കുത്തിത്തിരിപ്പല്ലേ? അടുത്തത് ബേസിൽ ജോസഫ് ആയതുകൊണ്ട് ജനറലി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാ, തല്ലാനാണോ? പറയാൻ പറ്റില്ലേ? ഞങ്ങൾക്കും അത്യാവശ്യം അടിതടയൊക്കെ വശമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കിട്ടുമ്പോ തല്ലാൻ വിചാരിക്കണ്ട. ഞാൻ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിനുള്ള ആർത്തി കൊണ്ടാണ്, വിശപ്പ് കൊണ്ടല്ല. ഞാൻ ചെറിയ നെപ്പോട്ടിസത്തിന് വളം വെച്ചിട്ടുണ്ട്. എന്റെ ചെറുതിനൊന്നും അതിനകത്ത് കുഞ്ഞതായിട്ട് അഭിനയിച്ചിട്ട്, കുഞ്ഞതായിട്ട് വളരെ. അത് കാരണം കൊണ്ട് ഞങ്ങൾ ബെർത്തിൽ വന്നവനും നെപ്പോക്കിട്ടും തമ്മിൽ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ചോദിക്കുകയും ചെയ്യും, ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട് ഇപ്പൊ പറയുകയും ചെയ്യും. Welcome to Ovina Thomas. നമസ്കാരം. How are you feeling today? സുഖം, അടിപൊളിയാണ്. ചട്ടമ്പി എന്ന് പറയുന്ന വാക്ക് നമുക്ക് നെഗറ്റീവായിട്ടും പറയാം, അതായത് കളിയാക്കിയും പറയാം, കോംപ്ലിമെന്റ് ആയിട്ടും പറയാം. എന്താണ് പള്ളിച്ചട്ടമ്പി? അത് ഡിജോ കഴിഞ്ഞ ദിവസം പറയുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ആംഗിൾ തന്നെ ചിന്തിക്കുന്നത്. നമ്മൾ ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനറേഷനിൽ നമ്മൾ ചട്ടമ്പി എന്ന് പറയുമ്പോൾ ചെറിയ ഗുണ്ടായുസമൊക്കെ കാണിച്ചു നടക്കുന്ന ഒരാൾ എന്നുള്ളതാണല്ലോ. പണ്ട് പക്ഷെ എന്തെങ്കിലും കാര്യങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ആൾക്കാരെ അയാൾ അക്കാര്യത്തിലൊരു ചട്ടമ്പിയാണ് എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു അത്രേ. അങ്ങനെ നോക്കുന്ന സമയത്ത് പള്ളിച്ചട്ടമ്പി ഇതുപോലെ അവിടെയുള്ള കുട്ടികളെയൊക്കെ ഒന്ന് അടിതടയൊക്കെ പഠിപ്പിക്കാൻ ആ പള്ളിക്ക് ഒരു പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ടോവിനോ തോമസ് #ഇൻസ്പിറേഷൻ ആണ്. കാരണം മൂവിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വേണ്ടി വന്നില്ല. വാട്ട് ഇസ് ദ ടഫസ്റ്റ് പാർട്ട് ഓഫ് സംബഡി ഹൂസ് പ്രിപ്പയറിംഗ് ഫിസിക്കലി ഒരു ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ദാറ്റ് നോബഡി ടോക്സ് അബൌട്ട്? വർക്ക്ഔട്ട് ടഫാണ്, ഡയറ്റ് ടഫാണ്, ഒക്കെ ടഫാണ്. പകൽ സമയത്ത് നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഭക്ഷണത്തിനോട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. രാത്രിയൊക്കെ നമ്മൾ 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ബണ്ണും ഹോർലിക്സും പഴം എന്നുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അങ്ങനെ ഭയങ്കര കൊതിയുള്ള സാധനവും കഴിക്കാത്ത സാധനവും ഒന്നുമല്ല. എങ്കിൽ പോലും അവിടെ എല്ലാവരും ഒരു ആ സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഇടയ്ക്ക് സ്വീറ്റ് പൊറോട്ട വരും. ഇതൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള എന്താണത് കൂട്ടത്തില്? ബൺ പൊറോട്ട? പൊതുവെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എന്താണോ ഇഷ്ടം കൂടുതലും? അതും ഇഷ്ടമാണ്. അതായത് പണ്ടൊക്കെ വെച്ചാൽ ഞാൻ ഭയങ്കര നോൺ വെജിറ്റേറിയൻ കാരനായിരുന്നു. എനിക്ക് അതിന് ചോറോ പച്ചക്കറികളോ ഒന്നും ഇഷ്ടമില്ലായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതും ഇഷ്ടമായി എന്നുള്ളതാണ്. അപ്പൊ പൊതുവെ ഭക്ഷണത്തിനോട് അങ്ങനെ ഇഷ്ടമുണ്ട്. ഞാൻ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിനുള്ള ആർത്തി കൊണ്ടാണ്, വിശപ്പ് കൊണ്ടല്ല. നോട്ട് ദ പോയിന്റ്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് വിശപ്പ് എന്നുള്ളൊരു വികാരം അല്ല ഭക്ഷണം. അപ്പൊ നമ്മളിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ആയിക്കഴിഞ്ഞാൽ കഴിക്കണ്ടേ, ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ അല്ല എന്താ കഴിക്കാത്ത, കഴിക്കേണ്ട സമയമായില്ലേ, അല്ലെങ്കിൽ രാത്രി ഒരു വൈകുന്നേരം 7 മണി 8 മണി അല്ല കഴിച്ചില്ലല്ലോ ഡിന്നർ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 നേരം ഭക്ഷണം എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് ഭക്ഷണം വരുന്നതിന് മുമ്പ് ഒരു ആൻറ്റിസിപ്പേഷൻ, ഇന്ന് എന്തായിരിക്കും, ഇന്നന്ന് ഇത് കഴിച്ചാലോ എന്നുള്ള ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനക്കട്ടിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും. പറ്റുന്നുണ്ട് ചില സമയത്ത്. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എനിക്കത് പറ്റുന്നുണ്ട്. ഇതിനെപ്പറ്റി ആലോചിച്ചാൽ കഴിക്കാൻ തോന്നും. ആലോചിക്കാണ്ടിരുന്നാ മതി. പക്ഷെ അങ്ങനെ തീരെ ആലോചിക്കാണ്ടിരുന്ന പട്ടിണി ചത്തുപോകും. പക്ഷെ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം ചെയ്ത ഉടനെ ഇത് വിസിലടി വാങ്ങിക്കും എന്ന് തോന്നി എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അധികം ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ വിസിലടി മേടിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് അതിന് ശരിക്കും വിസിലടി കിട്ടിയില്ലെങ്കിൽ വിഷമാവില്ലേ. അപ്പോൾ എക്സ്പെക്ടേഷൻ കിൽസ് റിയാലിറ്റി. അതെ അതെ അതെ. അത് പലപ്പോഴും എക്സ്പെക്ടേഷൻസ് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുക. മറ്റേ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുകയാണ്, ഇതിന് ഒരു വിസിലടി കിട്ടും, അതിന് ആ വിസിലടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയായിരുന്നു, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലെങ്കിലും വിസിലടി കിട്ടും, കിട്ടി എന്നുള്ള ആ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് വെറുതെ അതിന്റെ ആ ഒരു മൂല്യത്തിനെ ചെറുതാക്കണ്ടല്ലോ. ഒരുപാട് വെറ്ററൻ പൊളിറ്റിക്കൽ റോൾസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓൺ സ്ക്രീൻ പൊളിറ്റീഷ്യൻസ്, ഓഫ് സ്ക്രീൻ പൊളിറ്റീഷ്യൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു 3 ടിപ്പ് എന്തായിരിക്കും? ഞാൻ എന്റെ ക്യാരക്ടേഴ്സിനെ ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എനിക്ക് ഇവർക്ക് ക്ലാസ് എടുക്കാനുള്ള ജ്ഞാനമില്ല. നമ്മൾ സിനിമകളിൽ വില്ലന്മാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ കണ്ടിട്ടുണ്ടാവും, അതുമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വളരെ ആത്മാർത്ഥമായിട്ട് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. പവറിൽ വരുന്ന സമയത്ത് പവർ നമ്മളെ കറപ്റ്റ് ചെയ്യാതെ നോക്കുക എന്ന് പറയുന്നത് കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും എളുപ്പമല്ല. പവർ കറപ്റ്റ് സുപ്രീം പവർ കറപ്റ്റ് സുപ്രീം എന്നൊക്കെ പറയണ പോലെ അതുകൊണ്ട് എളുപ്പമല്ല. അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനു വേണ്ടി ശ്രമിക്കുക, ആ ഡെമോക്രസിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ആണ് എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യം. ഓൺ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൊളിറ്റീഷ്യൻ ചോദിച്ച ഒരു ക്യാരക്ടർ? ലാൽ സലാമില് ലാലേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ നെട്ടൂരാൻ. അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര കിടലുമായിട്ട് തോന്നിയിട്ടുള്ള ക്യാരക്ടർ. പ്രൊഡക്ഷൻ ഡിസൈനറും സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള മനുഷ്യ രാധാകൃഷ്ണനാണ് കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ വൺ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി ഷീ ഡിഡ് വിത്ത് കോസ്റ്റ്യൂംസ് ചോദിച്ചാൽ എന്തായിരിക്കും? ആ ഒരു സ്റ്റൈലിങ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിലെ വസ്ത്രധാരണ രീതി എക്സാക്ട്ലി അതുപോലെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസസ് എടുത്തിട്ടുണ്ട്. അന്ന് തന്നെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന, ഇപ്പൊ ഇന്നാണെങ്കിലും ഇല്ലേ, ഷർട്ട് ഉണ്ട്, ടീഷർട്ട് ഉണ്ട്, കുർത്ത ഉണ്ട് എന്ന് പറഞ്ഞ് പലതരം ഉണ്ടല്ലോ. അന്നും അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ക്യാരക്ടറിനെ ഏത് ഫിക്സ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് പള്ളിച്ചട്ടമ്പിയുടെ കോസ്റ്റ്യൂംസ് പുള്ളിക്കാരി ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പള്ളിച്ചട്ടമ്പിയിൽ ഇപ്പൊ ഞാൻ ഇട്ടുള്ള ആ കുർത്തകളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാവുന്ന കുറച്ച് കുർത്തകളാണ്. ഞാൻ 1-2 കുർത്ത അതുപോലെ പുള്ളിക്കാരിനെ കൊണ്ട് എനിക്ക് 2 അടിച്ച ചേച്ചി പറഞ്ഞിട്ട്, ജിതിൻലാലിന്റെ കസിൻ. അപ്പൊ എനിക്ക് അറിയാം, എനിക്ക് 2-3 അടിച്ച് തന്നുകൊണ്ട് ഞങ്ങൾ കളറൊക്കെ ചൂസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രാക്ക് മാറ്റി പിടിച്ചൊരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ. എന്റെ കയ്യിൽ 5 പ്ലഗ് കാർഡ്സ് ഉണ്ട്. ഈ 5 പ്ലഗ് കാർഡ്സിലും ഭൂലോക ചട്ടമ്പി, കൊടും ഭീകരൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മൂവി ക്യാരക്ടേഴ്സ് പറയും, ഇതിൽ ഏതാണ് ആരാണ് എന്ന് പറയുക. ഫസ്റ്റ് വൺ, അഖിലേഷ് വർമ്മ. എനിക്ക് തോന്നിയതെന്ന് വെച്ചാലേ അച്ചോടപ്പാവാണ്. അച്ചോടപ്പാവാണ്. കാര്യം എന്താ, ഇയാള് സമാധാനമായിട്ട് വിദേശത്തൊക്കെ പഠിച്ച് അങ്ങനെ നിന്നിരുന്ന ആള് ഇവിടെ വന്ന് പൊളിറ്റിക്സിൽ ഇറങ്ങേണ്ടി വരുന്നു. അച്ഛന് വയ്യാതാവുന്ന സമയത്ത് അങ്ങനെയാണ് പൊളിറ്റീഷ്യൻ ആവുന്നത് പുള്ളി. ഞാൻ വില്ലത്തരമൊക്കെ കണ്ടിട്ട് ആള്, അല്ല വില്ലത്തരം ഇല്ലെന്നല്ല, ചെറിയ മോഡ് വില്ലത്തരം ഉണ്ട്. പക്ഷെ ഞാൻ അച്ചോടപ്പാവം പറയാൻ കാരണം വെച്ചാൽ അവസാനത്തെ പുള്ളിയുടെ സാഹചര്യമാണ്. മറ്റേ യൂറിൻ ബാഗൊക്കെ പിടിച്ച് പുള്ളി പോകുന്നതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അച്ചോടപ്പാവം തോന്നും. അല്ലാത്തതിൽ പുള്ളി അങ്ങനെ ഒരു കൊഞ്ചം തരികടാണ്. കൊഞ്ചം തരികട. പെർഫെക്റ്റ്. ദശമൂലം ദാമു. ഭൂലോക ചട്ടമ്പി. ചട്ടമ്പിമാരിൽ ഏറ്റവും വലിയ പ്രമാണി, ഏറ്റവും വലിയ ചട്ടമ്പി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. തേജസ് വർക്കി. വളരെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കിട്ടിയാൽ കൊടുക്കും. പക്ഷെ അത് കൊച്ചു കുട്ടികളുടെ കിട്ടിയവരെ കൊടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പുള്ളി ഇച്ചിരി ഈഗോയിസ്റ്റിക് ആണ്. പക്ഷെ പുള്ളിയും അവസാനം അച്ചോടപ്പാവം ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പുള്ളിയെ. കീലേരി അച്ചു. കീലേരി അച്ചു വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുള്ളി മറ്റേ എന്താ പറയാ, ഭൂലോക ചട്ടമ്പിയോ കൊടുംഭീകരണമൊക്കെയാണ്. അത് കഴിയുമ്പോ ഞങ്ങളെ രണ്ടാളെയും തോൽപ്പിക്കാൻ ആരുണ്ടടാ എന്ന് ചോദിക്കുന്ന സമയത്ത് വീട് അച്ചോടപ്പാവം. ഇതിപ്പോ ഈ പറഞ്ഞെല്ലാം ഈ രണ്ട് എക്സ്ട്രീംസിൽ വന്ന് എത്തി. അതെ അതെ അതെ. നമ്മളൊന്ന് അടുത്തറിയുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ട് ഭയങ്കര ഒരു സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്ന പോലെ. അടുത്തതും ചിലപ്പം ആ എക്സ്ട്രീമിൽ തന്നെ വരാം. അച്ചാമ പക്ഷെ ഭയങ്കര പവർഫുൾ ആണ്. അത് ഭൂലോക ചട്ടമ്പി. ഓക്കെ. രാജമാണിക്യം. കോമ്പിനേഷനാണ്. ഒരു കൊടും ഭീകരന്റെയും എന്നാലും പറഞ്ഞോളുന്നില്ല എന്റെ അടുത്ത ഭാഗത്താണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ചോടപ്പാവും. നമ്മളിരുന്ന് കരയും. സാറേ യവൻ പുലിയാണ് കേട്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് കൊടും ഭീകരനാണ്. അതാണ് എല്ലാവർക്കും ഉണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ സൈഡ്. അടുത്ത ആൾ എന്തായാലും ഉണ്ട്, രംഗണ്ണൻ. അത് ഇതന്നെ രാജമാണിക്യത്തിന്റെ കോമ്പിനേഷൻ പോലെ തന്നെയാണ്. എനിക്ക് അവസാനം പുള്ളിക്ക് ഞാൻ ആർക്കും ഇഷ്ടമില്ല, ഫേസ്ബുക്കിൽ ലൈക്കും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അയ്യടാന്ന് തോന്നും. പക്ഷെ എന്നാൽ മറ്റേ ഈ ബിബിമോൻ അടി കിട്ടുന്ന സമയത്ത് ആ ഗ്ലാസ് എറിഞ്ഞാൽ ബെഞ്ചുമ്പ ചവിട്ടി ചാടി വരുന്ന സമയത്ത് കൊടുംഭീകരനാണ്. അത് മാത്രമല്ല മറ്റേ ഈ സാധനം കറക്കി വന്നിട്ട് വന്നാണ്, കൊടുംഭീകരനാണ്. പേഴ്സണൽ ഫാൻ ഗേളാണ് രംഗണ്ണൻ. അതിലൊരു തെറ്റില്ല. ഗുഡ് ചോയ്സ്. ലൂസിഫർ 3 ജിതിൻ രാംദാസ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ്? എനിക്ക് അറിഞ്ഞൂടാ. അത് എഴുതി വരുമ്പോഴേ നമ്മളോട് പറയുള്ളൂ. എന്നോട് ആദ്യമേ പറഞ്ഞു ഞാൻ അത് ഒന്ന് ഇവിടെ നിന്ന് പറഞ്ഞാലോ നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഞാൻ നിഷ്കളങ്കനായതുകൊണ്ട് ഇപ്പൊ പറയുകയും ചെയ്യും. ഓക്കെ. പക്ഷെ എനിക്കും അറിയത്തില്ല. അപ്പൊ ബേസിൽ ജോസഫും പൃഥ്വിരാജും ആഷി കപൂറും 3 പേരും വന്നൊരു ഡേറ്റ് ചോദിക്കുകയാണ്. ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ അടുപ്പുള്ള ആൾക്കാരാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. അല്ല ഇതിപ്പോ പറ്റില്ല. ഇത് പറ്റും, സത്യം. ഞങ്ങൾ നല്ല അടുപ്പുള്ള ആൾക്കാരാ. ഞാൻ വളരെ റിയലിസ്റ്റിക്കലി പറഞ്ഞ് നമ്മൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇന്നിപ്പോ എനിക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. എനിക്ക് മാനേജറൊക്കെ ഉണ്ട് ഡേറ്റ് മാനേജ് ചെയ്യാൻ. പണ്ടത്തെ പോലെ ഒന്നുമില്ല. കുത്തിത്തിരിപ്പല്ലേ എന്റെ പ്രൊഡ്യൂസർ. ഓക്കെ. ചോദിക്കുകയാണെങ്കിൽ കണ്ടതിൽ വെച്ചൊരു പീരിയഡ് മൂവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കണ്ടൊരു സിനിമ ഏതായിരിക്കും? നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കണ്ട് ഞെട്ടിയൊരു പീരിയഡ് സിനിമയാണ് കാലാപാനി. കാലാപാനി അന്ന കാലത്ത് മലയാളം ഇൻഡസ്ട്രിയിൽ എക്സിക്യൂട്ട് ചെയ്തത് എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല, വൻ പരിപാടിയാണ്. അടിപൊളിയാണ്.
അത് പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. അതിഭീകര പീരിയഡ് മൂവിയാണത്. ആ കാലഘട്ടം പുൾ ഓഫ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ആ മൊത്തം കഥ പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിൽ പെർഫോമൻസുകളാണെങ്കിലും ഫിലിം മേക്കിംഗ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയാണ്. അതല്ലാതെ പീരിയഡ് സിനിമകൾ എനിക്ക് ലാസ്റ്റ് ഓഫ് ദ മൊഹിക്കൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പീരിയഡ് സിനിമയാണ്. അതിലും ഈ പറഞ്ഞ പോലെ ആ സമയത്തുണ്ടായിരുന്ന ഈ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോസ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. 2026 നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നല്ലൊരു വർഷമാണ് ആസ് ഓഫ് നൗ, അതെ. ആൻഡ് ഫോർ യു ആസ് വെൽ. സോ എനി 3 things that you are looking forward to? പള്ളിച്ചട്ടമ്പി ഉറപ്പായിട്ടും ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അതിരടി നമ്മൾ മെയില് സിനിമ റിലീസാണ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ ചെറിയ നെപ്പോട്ടിസത്തിന് വളം വെച്ചിട്ടുണ്ട്. എന്റെ ചെറുതിനൊന്നും അതിനകത്ത് കുഞ്ഞതായിട്ട് അഭിനയിച്ചിട്ട് കുഞ്ഞതായിട്ട് വളരെ ഇങ്ങനെ കർണാടക പൊളിയും പോകും, അത്രേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഞങ്ങൾ മെറിറ്റിൽ വന്നവനും നെപ്പോക്കിട്ടും തമ്മിൽ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മിന്നായം പോലെ ഉള്ളൂ കേട്ടോ, ഇതിങ്ങനെ പറയത്തക്ക ഒന്നുമില്ല. ഒരു ഐക്കോണിക് ഡുവോന്റെ ഒരു ഹാഫാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അടുത്തത് ബേസിൽ ജോസഫ് ആയതുകൊണ്ട് ജനറലി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓഹോ, എന്തിനാ തല്ലാനാണോ? പറയാൻ പറ്റില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്കും അത്യാവശ്യം അടിതടയൊക്കെ വശമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കിട്ടുന്നതല്ല എന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സാധനം എന്താണ്? ആദ്യമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ഗോതയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ അന്ന് ഞാൻ അവിടെ ഇത്തിൽക്കണ്ണിയായിട്ട് ജീവിക്കുകയാണ്. അവിടെ ഒരു കുഞ്ഞ് ബോസിന്റെ സ്പീക്കറൊക്കെ ആയിട്ട് ഓരോ സീനും പറയണ സമയത്ത് പാട്ട് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്തിട്ട് കഥ പറയണ ബേസിൽ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഗോദ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലുള്ള ഒരു അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരാം. നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കണ്ട് വന്നേക്കുന്നത്, അല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി അങ്ങനെ അറിഞ്ഞിട്ടോ ഇതിനെന്തെങ്കിലും. എന്നാലും അതേസമയം ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ, അല്ലാതെ ഞങ്ങൾ ഒരേപോലുള്ള ആൾക്കാരാണെന്നല്ല പറയുന്നത്. സാഹചര്യങ്ങൾ പക്ഷെ ഞങ്ങളിൽ ചില കോമൺ എലമെന്റ്സ് ഉണ്ട്. ഈ സ്മോൾ ടൗൺ ബോയ്സ് രണ്ടുപേര് സിനിമ എന്നൊക്കെ പറഞ്ഞ് വന്നു. അതിൻ്റെ നമ്മൾ ഈ സിനിമ വി ലേൺ ദ ഹാർഡ് വേ. ഇതിനകത്തുള്ള എല്ലാ രീതികളും നമ്മൾ പഠിച്ചത് അതിൻ്റെ ഹാർഡ് വേയിലാണ്. അതിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് സഫർ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് സഫർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ നടക്കുന്ന സമയത്തും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതൽ LKG മുതലുള്ള സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ചേട്ടൻ്റെ കൂടെയൊക്കെ പഠിച്ച് 2ാം ക്ലാസ്സിൽ തോറ്റ് എൻ്റെ കൂടെ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഒരു ജീവിതത്തിലൊരു സമയം ഉണ്ടായിരുന്നു, എല്ലാവരും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എല്ലാവരും തകർന്ന് തരിപ്പണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഫാമിലിയിലെ പ്രശ്നങ്ങളാണെങ്കിലും, ഞാൻ പറയണത് ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞു എൻ്റെ അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി റിസൈൻ ചെയ്തു, സിനിമ ഒന്നും ആയിട്ടുമില്ല, ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ കോളേജ് വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് അപ്പൻ്റെ ചിലവിലൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് താങ്ങാവുന്നതിലധികം വിഷമങ്ങളും വേദനകളും ആ സമയത്ത് ഇൻഡിവിജ്വലി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള ജോക്സിന് വരെ ചിരിക്കാനും, അന്നത്തെ ദിവസം ചിരിച്ച് വയറുവേദന എടുത്തിട്ട് നാളെ ഇതിനും കൂടെ ഉള്ളത് നമ്മൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കുമല്ലേ, അതിന് മാത്രം നമ്മൾ ചിരിച്ചല്ലേ എന്ന് പറഞ്ഞ് പോകുന്ന പോലെ ഉള്ള അങ്ങനത്തെ സൗഹൃദങ്ങളാണ് എനിക്കുള്ളത്. എനിക്ക് അത്ര അടുത്ത അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ബേസിലിൻ്റെ അടുത്തും. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ആ ഡാർക്കിനെ ഒരു ജോക്കിലൂടെ, സില്ലി ജോക്കിലൂടെ, ഒരു ചളിയിലൂടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. ഞാൻ പറയുന്ന തമാശ അവൻ പറയുന്ന തമാശ എനിക്കും മനസ്സിലാവുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യുന്നത് അതാണ് ഏറ്റവും ഒരു വേവ് ലെങ്ത് ചിലപ്പോൾ മാച്ച് ആവുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെയായിരിക്കും. എന്നാലും ഞങ്ങൾ പബ്ലിക്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. പബ്ലിക്കിലെന്ന് വെച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് കളിയാക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് വേറൊരാൾ അവനെ കളിയാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നിന്ന് ചിലപ്പോൾ ഞാൻ കളിയാക്കിയെന്ന് വരില്ല, ചിലപ്പോൾ ഞാൻ ഡിഫെൻഡ് ചെയ്യും. അവനില്ലാത്തൊരു സ്ഥലത്ത് അവനെ ആൾക്കാർ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്യും.
അവനെ നിർത്തിക്കൊണ്ട് ഞാൻ അവനെ കളിയാക്കും. അല്ലാതെ ഒന്നും അങ്ങനെ ഞങ്ങൾ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഇത്രയും നാളത്തെ ഒരു ആർക്ക് നോക്കുകയാണെങ്കിൽ യു ലുക്ക് ബാക്ക് പഠിച്ച 2 കാര്യങ്ങൾ എന്തായിരിക്കും? ക്യാരക്ടറാണ്. നായകനോ വില്ലനോ സഹനടനോ അത് എന്ത് വേഷം ചെയ്താലും ആ ക്യാരക്ടർ ആയിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ മറ്റൊന്ന് പഠിച്ചിട്ടുള്ളത്, നല്ലത് ചെയ്താൽ നല്ലത് വരും. അത് അപ്പം തന്നെ വന്നോളണമെന്നില്ല, സമയമെടുത്തിട്ടാണെങ്കിലും വരും. ഓക്കെ, സോ പള്ളിച്ചട്ടമ്പി കമ്മിങ് ടു തിയേറ്റേഴ്സ് സൂൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അടിപൊളിയാവട്ടെ. താങ്ക് യു.